ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പയറിൻ്റെ SCRT സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വേൾഡ് ജോഗ്രഫിയിൽ ഭൂമിയും ജീവലോകവും എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ്ട് 450 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം. സൂര്യൻ്റെ ഒരു ഭാഗം അടർന്നു മാറി. അത് പൊട്ടിത്തെറിച്ചുണ്ടായ കഷ്ണങ്ങൾ ഭൂമി ഉൾപ്പെടെയുള്ള 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളുമായി തീർന്നു. നിരന്തരമായി നടന്ന തിളച്ചുമറിയലിലൂടെ ഭാരമുള്ള വസ്തുക്കളൊക്കെ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾ മുകളിലേക്കുമായി ക്രമീകരിക്കപ്പെട്ടു. പുറത്തേക്ക് വന്ന വാതകങ്ങൾ ഭൂമിയുടെ ആവരണങ്ങളായി മാറി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം വർഷങ്ങളോളം ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴും ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്നു ഭൗമോപരിതലം. നിരന്തരവും വ്യാപകവുമായുണ്ടായ അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉള്ളിലെ നീരാവിയും വാതകങ്ങളും പുറത്തേക്ക് വന്നു. ഈ നീരാവി തണുത്ത് മേഘങ്ങളും തുടർന്ന് വർഷങ്ങളോളം നീണ്ട മഴയും ഉണ്ടായി. ഭൗമോപരിതലത്തിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. അങ്ങനെ സമുദ്രങ്ങളുണ്ടായി. ഭൂമിയിൽ ജീവന്റെ തുടുപ്പുകൾ രൂപം കൊള്ളുന്നതിന് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടി വന്നു. ഒടുവിൽ നാം ഇന്ന് കാണുന്ന തരത്തിൽ ജീവൻ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ആയിരക്കണക്കിന് ഇനങ്ങളായി പരിണമിച്ചു. ഒടുവിൽ മനുഷ്യനും. അപ്പം ഇന്ന് നാം കാണുന്ന തരത്തിൽ ഭൂമി എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഭൂമിക്ക് എങ്ങനെയാണ് മാറ്റങ്ങൾ ഉണ്ടായത് എന്ന് പറയുകയാണ്. ഇതാണ് ഈ ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ഈ ഒരു സങ്കല്പമാണ് നിലവിലുള്ളത്. സോ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഭൂമി ശാസ്ത്ര വിവരങ്ങളിലേക്ക് വരാം. മനോഹരമായിട്ടുള്ളൊരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? കരയും ജലവും വായുവും ഒടുവിൽ ജീവജാലങ്ങളും ഇന്ന് കാണുന്ന തരത്തിലേക്ക് പരിണമിച്ചതിനെ കുറിച്ചുള്ള ശാസ്ത്ര ലോകത്തിന്റെ നിഗമനം നിങ്ങൾ വായിച്ചല്ലോ. ഭൂമിയിലെ കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പിന് ആധാരം. ഈ 4 മണ്ഡലങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ 4 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? കര, വായു, ജലം. കര, വായു, ജലം എന്നിവ ഉൾക്കൊള്ളുന്ന മണ്ഡലങ്ങളാണ് ജൈവ മണ്ഡലങ്ങൾ. അപ്പോൾ കര, വായു, ജലം അടക്കമുള്ള ഭൂമി, കര, വായു, ജലം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാം. സോ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ശിലാമണ്ഡലത്തിൽ നിന്നാണ് കേട്ടോ. ഭൂമിയുടെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്നാണ് ശിലാമണ്ഡലം. എന്താണ് ശിലാമണ്ഡലം? പടുകൂറ്റൻ പർവ്വതങ്ങൾ, വിസ്തൃതമായ പീഠഭൂമികൾ, വിശാലമായ സമതലങ്ങൾ, തീരപ്രദേശങ്ങൾ, മരുഭൂമികൾ, ദ്വീപുകൾ, സമുദ്രത്തിനടിയിലെ വിവിധ ഭൂരൂപങ്ങൾ, അങ്ങനെ എത്രമാത്രം വൈവിധ്യമാർന്നതാണ് ഭൂമിയുടെ ഉപരിതലം അല്ലേ? ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ടും രൂപപ്പെട്ടിരിക്കുന്നതുമായ ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം. അപ്പോൾ ശിലാമണ്ഡലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ വ്യത്യസ്ത തരത്തിലുള്ള ഭൂരൂപങ്ങൾ എല്ലാം ഉൾപ്പെടുന്നതും ശിലകളും, അതായത് കല്ലും മണ്ണും രൂപപ്പെട്ട് കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഖരാവസ്ഥയിലുള്ള ഭാഗമാണ് ശിലാമണ്ഡലം എന്ന് പറയുന്നത്. കരയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ എവറസ്റ്റ് കൊടുമുടിയും സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമായ പസഫിക് സമുദ്രത്തിലെ ചലഞ്ചർ ഗർത്തവും ശിലാമണ്ഡലത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഭൗമോപരിതലത്തിൽ ഇങ്ങനെ കാണുന്ന കാര്യങ്ങൾ കല്ലും മണ്ണും സമുദ്രത്തിന്റെ അടിത്തട്ടും ഇതെല്ലാം ശിലാമണ്ഡലങ്ങളാണ്. ഖരാവസ്ഥയിൽ കാണുന്നതെല്ലാം ശിലാമണ്ഡലങ്ങളാണ്. സോ ശിലാമണ്ഡലത്തിലെ പ്രധാന രൂപങ്ങൾ നമുക്ക് നോക്കാം. പർവ്വതങ്ങൾ ഉൾപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോടുള്ള കൂടിയ ഭൂരൂപങ്ങളാണ് പർവ്വതങ്ങൾ. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്ററിലധികം ഉയരമുണ്ടായിരിക്കണം, ചെങ്കുത്തായ വശങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മളതിനെ പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. ഇനി പീഠഭൂമികൾ എന്ന് പറയുന്നത് മുകൾ ഭാഗം ഏറെക്കുറെ പരന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായിട്ടുള്ള ഭൂരൂപങ്ങൾ. ഇത് കണ്ടില്ലേ? ഇത് ചുറ്റുഭാഗത്തേക്കാൾ ഉയർന്നു നിൽക്കുകയാണ്, എന്നാൽ അതിൻ്റെ ഉപരിതലം പരന്നാണ് ഇരിക്കുന്നത്. ഇതേപോലെ കൂർത്തല്ല ഇരിക്കുന്ന, ചെങ്കുത്തായിട്ടല്ല ഇരിക്കുന്ന. സോ ഇതിനെ നമ്മൾ പീഠഭൂമികൾ എന്ന് പറയും. ദെൻ സമതലങ്ങൾ താരതമ്യേന താഴ്ന്നതും നിരപ്പായതുമായിട്ടുള്ള വിശാലമായിട്ടുള്ള പ്രദേശങ്ങളാണ് സമതലങ്ങൾ.
ഇതെല്ലാം ശിലാമണ്ഡലത്തിലെ വിവിധ തരത്തിലുള്ള രൂപങ്ങളാണ്. കരയിൽ കാണുന്നത് പോലെ പർവ്വതങ്ങൾ, സമതലങ്ങൾ, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇവയൊക്കെ സമുദ്രത്തിനടിയിലുണ്ട് അല്ലെ. നമ്മൾ ഇവിടെ കാണുന്ന പർവ്വതം, സമതലം, ഗർത്തങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ ഇതെല്ലാം എവിടെയും വരുന്നുണ്ട്, സമുദ്രത്തിന്റെ അടിയിലും വരുന്നുണ്ട്. ഇനി ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ചില സീനറീസ് കൊടുത്തിട്ടുണ്ട്. റോഡ്, ഗതാഗതം, അതേപോലെ വയൽ, ദെൻ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതേപോലെ കോറി, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ശിലാമണ്ഡലം മനുഷ്യന് എത്രമാത്രം പ്രയോജനപ്രദമാണ് എന്നാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത്. നമുക്ക് കൃഷി ചെയ്യാൻ, നമുക്ക് സഞ്ചരിക്കാൻ, നമുക്ക് വീട് നിർമ്മിക്കാൻ, നമുക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ നൽകാൻ, ഇതെല്ലാം ശിലാമണ്ഡലം ഒരുക്കുന്ന ആ ഒരു വ്യവസ്ഥിതിയിൽ നിന്ന് കിട്ടുന്നതാണ്. ശിലാമണ്ഡലം ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. മനുഷ്യരുടെയും സസ്യ ജന്തുജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് മണ്ണ് അല്ലേ. മനുഷ്യന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് മണ്ണ്. അപ്പോൾ നമുക്ക് മണ്ണിനെ കുറിച്ച് പഠിക്കാം. എന്താണ് മണ്ണ്? അനേക വർഷങ്ങളായി വെയിലും മഴയും മഞ്ഞുമേൽക്കുന്ന പാറ. അപ്പൊ പാറ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് നമുക്കറിയാം. ചിലപ്പോൾ അവയ്ക്ക് രാസമാറ്റം ഉണ്ടാകാറുണ്ട്. ഈ പാറകൾക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ മണ്ണുകൾക്ക് രാസമാറ്റം ഉണ്ടാകാറുണ്ട്. അതിൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും മൃതാവശിഷ്ടങ്ങൾ അഴുകിച്ചേരുന്നതിലൂടെ ജൈവാംശവും കൂടിച്ചേരുന്നു. അപ്പോൾ മണ്ണിൽ ജൈവാംശം വരുന്നത് ആ മൃതശരീരങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ അതിൽ അഴുകിച്ചേർന്നുകൊണ്ടാണ്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ നിരന്തരം നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് മണ്ണ് രൂപം കൊള്ളുന്നത്. അപ്പോൾ ഒരു മണ്ണ് രൂപം കൊള്ളാൻ ആയിരക്കണക്കിന് വർഷങ്ങൾ വേണം. ഇതൊക്കെ സിമ്പിൾ ഫാക്റ്റുകളാണ് കേട്ടോ. നിശ്ചിത അളവിൽ ജലം, വായു എന്നിവയോടൊപ്പം ജൈവാംശവും സൂക്ഷ്മജീവികളും മണ്ണിലുണ്ട്. അപ്പോൾ മണ്ണിൽ എന്തൊക്കെയുണ്ട്? നിശ്ചിത അളവിൽ ജലമുണ്ട്, വായുവുണ്ട്, ജൈവാംശവും സൂക്ഷ്മജീവികളുമുണ്ട്. നമ്മുടെ വിവേകരഹിതമായ പ്രവർത്തനങ്ങൾ പലപ്പോഴും മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുത്താറുണ്ട് അല്ലെ. മണ്ണിനെ മലിനമാക്കാൻ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണമാകുന്നുണ്ട്. സോ മണ്ണിന്റെ ഫലപുഷ്ടിയെ ദോഷകരമായി ബാധിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. രാസവളങ്ങളുടെ അമിത ഉപയോഗം, രാസകീടനാശിനികളുടെ അമിത ഉപയോഗം, പിന്നെ പ്ലാസ്റ്റിക് പോലുള്ള ജീർണിക്കാത്ത വസ്തുക്കൾ വലിച്ചെറിയുന്നത്, മാലിന്യങ്ങൾ കൊണ്ട് തള്ളുന്നത്, ഇതെല്ലാം നമ്മുടെ മണ്ണിനെ നശിപ്പിക്കുന്നതാണ് അല്ലേ. ഇനി കുട്ടികളോടായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലെ കൃഷി ഓഫീസറെ സ്കൂളിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ല. നൂറ്റാണ്ടുകളായുള്ള പ്രവർത്തനങ്ങളിലൂടെ രൂപം കൊണ്ടിട്ടുള്ള മണ്ണ് ഇന്ന് മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകളിലൂടെ എന്നേക്കുമായി നശിച്ചു പോകുകയോ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണ്. മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ മണ്ണിനെ മാത്രമല്ല ശിലാമണ്ഡലത്തെ തന്നെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇതിന്റെ ചില ഉദാഹരണങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനുമുമ്പ് ഒരു ഫാക്റ്റ് ഇവിടെ പറയാണ്. പ്രകൃതിയിൽ 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകുന്നതിന് 1000-ലധികം വർഷം വേണം അല്ലേ. 1 ഇഞ്ച് കനത്തിൽ മണ്ണുണ്ടാകണമെങ്കിൽ 1000-ലധികം വർഷം വേണം. അപ്പോൾ മണ്ണ് നശിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മണ്ണ് നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീണ്ടും മണ്ണുകൾ നിർമ്മിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ്. ഇനി മണ്ണിനെ നമ്മൾ നശിപ്പിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് മൺമറയുന്ന വയലുകൾ. ഒരു കാലത്ത് കേരള തനിമയുടെ സവിശേഷതയായിരുന്നു വിശാലമായ വയലുകൾ. എന്നാൽ ഇന്നോ നമ്മുടെ വയലും മറ്റും ചതുപ്പ് പ്രദേശങ്ങളൊക്കെ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. മഴവെള്ളം ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന സ്വാഭാവിക ഘടകങ്ങളാണ് നാം ഇങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്നേക്കും നഷ്ടമായാലുള്ള ഫലം നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചിലയിടങ്ങളിലാകട്ടെ കാലങ്ങളായി വയലുകളിൽ നിലനിൽക്കുന്ന ചെളി ഇഷ്ടിക നിർമ്മാണത്തിനായി മനുഷ്യർ കുഴിച്ചെടുത്ത് ചുളകളിൽ ചുട്ടെടുക്കുകയാണ്. വയലുകളിൽ ചെളിയാണ് വെള്ളം ശേഖരിച്ചു വെക്കുന്നത്. ചെളിയില്ലെങ്കിൽ വയലില്ല. ചിലയിടങ്ങളിലെ വയലിലെ ചെളി നീക്കി അതിനടിയിലെ മണലാണ് മനുഷ്യർ കുഴിച്ചെടുക്കുന്നത്. അപ്പം ഇങ്ങനെയെല്ലാം വയലുകളെ നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതാണ് നമ്മൾ ചെയ്യുന്ന ഒരു ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തി. പ്രകൃതിയോടും നമ്മളോടും ചെയ്യുന്ന ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. മണ്ണിനെ നശിപ്പിക്കുന്ന മറ്റൊരു പ്രവൃത്തിയാണ് പുഴയിലെ മണൽവാരൽ. സമൃദ്ധമായി ഒഴുകിയിരുന്ന നമ്മുടെ നദികളിൽ പലതിലും മഴക്കാലം കഴിയുന്നതോടെ ജലനിരപ്പിൽ വലിയ കുറവാണുണ്ടാകുന്നത്. നദികളിലെ മണൽവാരലിൻ്റെ ഫലമായി അടിത്തട്ടിൻ്റെ ആഴം കൂടുന്നതാണ് ഇതിന് കാരണം. ഇത് സമുദ്രപ്രദേശങ്ങളിലെ കിണറുകളിൽ ജലനിരപ്പ് താഴുന്നതിനും ജലദൗർലഭ്യം അനുഭവപ്പെടുന്നതിനും കാരണമാകുന്നു. അപ്പോൾ നമ്മൾ മണലെടുക്കുമ്പോൾ ഇതിൻ്റെ ആഴം കൂടും അല്ലേ. നദികളുടെ ആഴം കൂടുന്നതനുസരിച്ച് വെള്ളം കുറയുന്നു. അപ്പോൾ നദികളിലെ വെള്ളം കുറഞ്ഞാൽ ചുറ്റുഭാഗത്തുമുള്ള കിണറുകളിലും വെള്ളം കുറയുന്നു.
അപ്പോൾ പല നദികളും ആഴം കൂടി അടിത്തട്ടിലെ പാറയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് നദികളുടെ വശങ്ങൾ അഥവാ റിവർ ബാങ്ക് ഇടിയുന്നതിന് കാരണമാകുന്നു. മണലിന് വേണ്ടി മനുഷ്യർ നദീതീരങ്ങൾ വ്യാപകമായി ഇടിക്കുന്നുണ്ട്. വളക്കൂറുള്ള നദീതീരങ്ങൾ ഇടിയുന്നത് ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടമാണ് വരുത്തി വെക്കുന്നത്. സഞ്ചരിക്കുന്ന കുന്നുകൾ. മുമ്പ് കയറിപ്പോകുന്ന ലോറികളിലായിരുന്നു മലയാളികൾ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് ലോറികളിൽ കയറിപ്പോകുന്ന കുന്നുകൾ പതിവ് കാഴ്ചയാണ്. അതൊരു രസകരമായിട്ട് പറയുകയാണ്. രസകരം എന്നാൽ നമ്മൾ ചിന്തിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതിശക്തമായ മണ്ണ് മാന്തി യന്ത്രങ്ങൾ വ്യാപകമായതോടെ നമ്മുടെ കുന്നുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് മാന്തിയെടുത്ത് ലോറികളിലേറ്റി കൊണ്ടുപോകുന്നു. അപ്പം നമുക്ക് ഒരു ആക്ഷേപത്തോടെ പറയുന്ന ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ. മണ്ണൊക്കെ ഇടിച്ച് ലോറികളിലാക്കി കൊണ്ടുപോകാം. കുന്നിടിക്കൽ കേരളത്തിൽ ഇന്ന് വ്യാപകമായി നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. കുന്നുകൾ പ്രകൃതിയുടെ സ്വാഭാവിക ജലസംഭരണ കേന്ദ്രങ്ങളാണ്. കുന്നുകൾ ഇടിച്ചു മാറ്റുന്നതിൽ ജലലഭ്യതയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചരിവ് കൂടുതലുള്ള ഭാഗങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉരുൾപൊട്ടാൻ സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കെട്ടിട നിർമ്മാണം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ല എങ്കിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കും. ദെൻ മണ്ണിന്റെ നാശത്തിന് വനനശീകരണം, അശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികൾ, അതേപോലെ നമ്മുടെ പലതരത്തിലുള്ള ദോഷകരമായ വസ്തുക്കളുടെ പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കളുടെ ഉപയോഗം എല്ലാം നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. സോ ഇതിന് നമുക്ക് എന്തൊക്കെ ബദലുകൾ തേടാൻ കഴിയും? പ്രകൃതി വിഭവങ്ങൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണ്. എന്നാൽ അവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരാറിലാക്കും. അമിത വിഭവ ചൂഷണത്തിന്റെ ഫലമായി പ്രകൃതിക്കുണ്ടാകുന്ന നാശം കുറയ്ക്കുന്നതിന് ബദലുകൾ തേടേണ്ടത് ആവശ്യമാണ്. വയലുകളിലെ മേൽമണ്ണ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിന് പകരം ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക്, കളിമൺ പാത്ര ഫാക്ടറികളിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ എന്നിവ ഉപയോഗിച്ച് കെട്ടിട നിർമ്മാണത്തിനുള്ള കട്ടകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യ നിലവിലുണ്ട്. ഇത് പരിസര മലിനീകരണം കുറയ്ക്കാനും സഹായകമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഇഷ്ടികയ്ക്ക് പകരം പുതിയ രീതിയിൽ വികസിപ്പിച്ചെടുത്ത കട്ടകൾ ഉപയോഗിക്കാം. എന്നാൽ പുഴകളിലെ മണലിന് പകരം പാറപ്പൊടി കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രീതി ശ്രദ്ധേയമാണ്. അല്ലെ, എംസാൻഡും മറ്റ് പുതിയ തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ വന്നിട്ടുണ്ട്. ഉറപ്പിലും ഈടിലും പാറപ്പൊടി മണലിനേക്കാൾ ഒട്ടും പിന്നിലല്ല എന്നതാണ് അനുഭവങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ നിർമ്മാണ വസ്തു ആയി പാറയ്ക്ക് പകരം വെക്കാവുന്ന മറ്റെന്തെങ്കിലും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ശിലാമണ്ഡലം അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് തന്നെ ബാധിക്കും. അപ്പോൾ നമ്മൾ ഭൂമിയുടെ പ്രധാനപ്പെട്ട മണ്ഡലമായിട്ടുള്ള ശിലാമണ്ഡലത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി ജലമണ്ഡലമാണ്. ഭൗമോപരിതലത്തിൻ്റെ 2/3 ഭാഗവും ജലമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ വേൾഡ് ജോഗ്രഫിയുമായിട്ട് ബന്ധപ്പെട്ട ആദ്യ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടു നോക്കുക. മാത്രമല്ല നമ്മൾ ഹിസ്റ്ററി, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ കേരള ഗവർണൻസ്, സിവിക്സ്, സയൻസ് തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകൾ കൂടി കാണുക. അതിൻ്റെ എല്ലാ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കും തുടർന്ന് ലഭിക്കും. സോ അതിനുവേണ്ടി വിൻസ്പയറിൻ്റെ കൂടെ എപ്പോഴും നിങ്ങളുണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇവയെ കൂടാതെ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ ഭൂമിയുടെ ഉള്ളിലും എന്തുണ്ട്? ജലമുണ്ട്. ധ്രുവപ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം ഉറങ്ങി ഖരരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ ഇത് നീരാവിയായും ജലകണികകളുമായാണ് നിലകൊള്ളുന്നത്. അപ്പം അന്തരീക്ഷത്തിൽ നീരാവിയും ജലകണികകളുമായിട്ടാണ് ആരുള്ളത്? ജലമുള്ളത്. അപ്പോൾ മേൽപ്പറഞ്ഞ 3 അവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലമാണ് ജലമണ്ഡലം. അപ്പോൾ ഇവിടെ 3 രൂപങ്ങളിൽ പറഞ്ഞു അല്ലേ. ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. സമുദ്രങ്ങൾ, നദികൾ, തടാകങ്ങൾ, അരുവികൾ ഇങ്ങനെ. ദെൻ ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിലുണ്ട്. ദെൻ നമ്മുടെ വായുവിലും മറ്റും നീരാവിയും ജലകണികകളുമായിട്ടും ഉണ്ട്. അപ്പം ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും നീരാവി ആയിട്ടും അല്ലെ. ധ്രുവപ്രദേശങ്ങളിൽ ഖരാവസ്ഥയിലുണ്ട് അല്ലേ. അപ്പം ധ്രുവപ്രദേശങ്ങളിൽ ഖരാവസ്ഥ, സാധാരണയായിട്ട് ദ്രാവകാവസ്ഥ, വായുവിൽ അന്തരീക്ഷത്തിൽ നീരാവി ആയിട്ടും, അതായത് വായു രൂപത്തിൽ അല്ലേ, വാതക രൂപത്തിൽ. അപ്പം ഈ 3 രൂപത്തിലും ജലം നമ്മുടെ ഭൂമിയിലുണ്ട്. അമൂല്യമായ ശുദ്ധജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ശുദ്ധജലം അത്യന്താപേക്ഷിതമാണ്. ഭൂമിയുടെ 2/3 ഭാഗവും ജലമാണെങ്കിലും അതിൽ 3% മാത്രമാണ് ശുദ്ധജലം.
അത്രയും അളവ് വെള്ളമുണ്ടെങ്കിലും ശുദ്ധജലം വെറും 3% മാത്രമാണ്. നദികൾ, തടാകങ്ങൾ, കായലുകൾ, കിണറുകൾ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധജലത്തിൽ മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ജലത്തിന്റെ അളവ് കേവലം 1% താഴെയാണ്. അപ്പോൾ മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നത് 1% താഴെയാണ്. ബാക്കി ജലം മുഴുവനും ധ്രുവങ്ങളിലും പർവ്വതങ്ങളുടെ മുകളിലുമായി ഉറങ്ങി കിടക്കുന്നു. കണ്ടില്ലേ, ഇങ്ങനെ ഉറങ്ങി കിടക്കുകയാണ് ഇവിടേക്ക്. ഭൂമിക്ക് അടിയിലുള്ള ജലവും മനുഷ്യന് ഉപയോഗത്തിന് എടുക്കാൻ പലയിടത്തും ഏറെ പരിമിതികളുണ്ട്. അപ്പോൾ ശുദ്ധജലം കിട്ടാനുള്ള മാർഗം വളരെ കുറവാണ് എന്നർത്ഥം. ജലദൗർലഭ്യം. പ്രകൃതിയിൽ മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകൾ ജലദൗർലഭ്യത്തിന് കാരണമാകുന്നുവെന്ന് നമുക്ക് മനസ്സിലായി. സ്വതവേ ദുർലഭമായ ഒന്നാണ് ശുദ്ധജലം. മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കൊണ്ട് ശുദ്ധജലം തികച്ചും കിട്ടാക്കനിയായി മാറുകയാണ്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ശുദ്ധജല സ്രോതസ്സുകളുണ്ട് എന്ന് കണ്ടെത്താൻ വേണ്ടി കുട്ടികളോട് പറയുന്നുണ്ട്. ദെൻ ഒഴുകി അകലുന്ന മഴവെള്ളം. പശ്ചിമഘട്ടത്തിൽ പെയ്യുന്ന മഴവെള്ളത്തിൽ നല്ലൊരു പങ്കും 2 ദിവസത്തിനകം എവിടേക്ക് പോവുകയാണ്? കടലിൽ എത്തുന്നു എന്നാണ് കണക്ക്. ഇനി നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ശുദ്ധജല സ്രോതസ്സുകൾ ഉണ്ടാകും, മലിനീകരണ ഉറവിടങ്ങൾ ഉണ്ടാവും അല്ലേ. മലിനീകരണവും മനുഷ്യരിലും മറ്റും ജീവജാലങ്ങളിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, പരിഹാര നിർദ്ദേശങ്ങൾ, ഇതൊക്കെ കുട്ടികളോട് പഠിക്കാൻ വേണ്ടി ഏൽപ്പിച്ചതാണ്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അതിനകത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. ശുദ്ധജല സ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നാം ഉൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കാം. ഇതിനായി അധ്യാപകന്റെ നേതൃത്വത്തിൽ ഒരു ജാഥ നടത്താൻ കുട്ടികളോട് പറയുകയാണ്. അത് ഞാൻ ക്രോസ് ചെയ്യാണ്. വേണം നമുക്കൊരു ശാസ്ത്രീയമായ സ്ഥല ജലപരിപാലനം. അപ്പോൾ ജലം പരിപാലിക്കാൻ വേണ്ടിയുള്ള ശാസ്ത്രീയ രീതികൾ പറയാണ്. കുന്നിൻ ചെരുവുകളെ തട്ടുകളായിട്ട് കൃഷി ചെയ്യുക. ഇവിടെ തട്ടുകളായിട്ട് കൃഷി ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, ജലം എല്ലാ സ്ഥലത്തും നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കഴിയും അല്ലേ. പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ തെങ്ങ്, കവുങ്ങ് തുടങ്ങിയ നാരുവേരുകളുള്ള മരങ്ങൾക്ക് പകരം സ്ഥായിയായി നിൽക്കുന്ന പല വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ പാറകളുള്ള സ്ഥലത്ത് മണ്ണിന് ആഴമില്ലാത്ത മലനിരകളിൽ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഫലവൃക്ഷങ്ങളെ നട്ടുപിടിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി മണ്ണിനും ദാഹമുണ്ട് അല്ലേ. നമ്മൾ പലരും വീടിൻ്റെ മുറ്റം കോൺക്രീറ്റ് ചെയ്യാറുണ്ട്, ചിലർ തറയോട് പാകുന്നു, ഇന്റർലോക്കും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഭൂമിയിലേക്ക് വെള്ളം താഴ്ന്നിറങ്ങാനുള്ള അവസരമാണ് അവർ എന്നേക്കുമായി അടച്ചു കളയുന്നത്. അതിനു പകരം കരിങ്കൽ ചീളുകൾ പാകും, അവയ്ക്കുള്ളിൽ പുല്ല് വെച്ച് പിടിപ്പിക്കാം. കാഴ്ചയ്ക്ക് ഭംഗിയുമുണ്ട്, എന്നാൽ വെള്ളം താഴേക്ക് പോകാനും കഴിയും. അപ്പം ഇങ്ങനെ ചില ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ, ആ രീതിയിലാണ് ചെയ്യേണ്ടത്. മൊത്തത്തിൽ നമ്മൾ ഇന്റർലോക്ക് ചെയ്ത് അടച്ചു കളയാൻ പാടില്ല. മലഞ്ചെരുവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണകൾക്ക് പകരം അതാതിടത്ത് കിട്ടുന്ന കല്ല്, തടി മുതലായവ കൊണ്ട് തടയണകൾ നിർമ്മിക്കുക. അപ്പം ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ കുട്ടികളോട് പറയുന്നത് എങ്കിലും നമുക്ക് ചിലപ്പോൾ പ്രസ്താവനകളായിട്ട് പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മുടെ വിൻസ്പെയറിൻ്റെ SCERT ക്ലാസ്സുകൾ നമ്മൾ ആ വാചകത്തിൽ പറയുന്നത് പോലെ ഫുൾ SCERT പാഠഭാഗം ഫുൾ വായിച്ച് പഠിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നും സ്കിപ്പ് ചെയ്യാതെ വായിച്ചു പോവുകയാണ്. സോ മണ്ണ് സംരക്ഷണ കയ്യാളകൾ നിർമ്മിക്കുക. ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളും മരിച്ചീനി, ചേമ്പ്, ചേന തുടങ്ങിയ മണ്ണിന് ഇളക്കമുണ്ടാക്കുന്ന തരത്തിലുള്ള വിളകൾ കൃഷി ചെയ്യുന്നതും ഒഴിവാക്കുക. തരിശായ ഇടങ്ങളിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. ഗാർഹിക വ്യാവസായിക മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിടാതിരിക്കുക. വയലുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, നദീതീരങ്ങൾ എന്നിവ മണ്ണിട്ട് നികത്താതെ സംരക്ഷിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക. മഹാരാഷ്ട്രയിലെ മഴ കുറഞ്ഞ ഒരു ഗ്രാമമായ റാലേഗാൻ സിദ്ധിയിൽ മനുഷ്യരുടെ പ്രവർത്തനം ആ ഗ്രാമത്തെ വാസയോഗ്യമായി മാറ്റി എന്നതാണ് അനുഭവപാഠം. അപ്പം നമുക്കിതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ പ്രകൃതിയെ, നമ്മുടെ ഭൂമിയെ പുനർജീവിപ്പിക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ട റാലേഗാൻ സിദ്ധി എന്ന ചെറുഗ്രാമം. വർഷത്തിൽ ശരാശരി 50 സെന്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. അത് തന്നെ സ്ഥിരമായിട്ട് ലഭിക്കാറുമില്ല. ഉപരിതലത്തിൽ 20 മീറ്ററിലധികം താഴെയുള്ള ഭൂഗർഭ ജലനില, വേനൽ ആരംഭിക്കുന്നതോടെ വറ്റുന്ന കിണർ, കടുത്ത ജലക്ഷാമം, ഉയർന്ന തോതിലുള്ള മണ്ണൊലിപ്പ്, സസ്യാവരണമില്ലായ്മ, മഴയെ മാത്രം ആശ്രയിക്കുന്നതിനാൽ സ്ഥിരതയില്ലാത്ത കാർഷിക വിള, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇതൊക്കെയായിരുന്നു 1980
1975 മുമ്പുള്ള റാലേഗാൻ സിദ്ദിയുടെ ചരിത്രം. എന്നാൽ 1975 സൈനിക സേവനത്തിൽ നിന്ന് വിരമിച്ച് നാട്ടിലെത്തിയ ശ്രീ ബാബു റാവു ഹസാരെ ഗ്രാമീണരായ യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് നാടിന്റെ വികസനത്തിനായി മുന്നിട്ടിറങ്ങി. കാർഷിക വൃത്തി പരിപോഷിപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചു. ഒപ്പം കൃഷി മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള മാർഗങ്ങൾ അന്വേഷിക്കുന്നതിനും അവ കൂട്ടായി ചർച്ച ചെയ്യുന്നതിനും ശ്രമിച്ചു. അമിതമായ ജലം ആവശ്യമുള്ള കരിമ്പിന് പകരം ഉള്ളി തുടങ്ങിയ വിളകൾ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. സ്വകാര്യ കിണറുകൾ കുഴിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തി പകരം പൊതു കിണറുകൾക്ക് പ്രാധാന്യം നൽകി. ഇന്നവർക്ക് 7 പൊതു കിണറുകളുണ്ട്. അവയിൽ ഇഷ്ടം പോലെ വെള്ളവും ഗ്രാമത്തിൽ എവിടെയും വെള്ളം എത്തിക്കാനുള്ള ചെറുകിട ജലസേചന സംവിധാനങ്ങളുമുണ്ട്. മണ്ണ് സംരക്ഷണം അവരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ ഗ്രാമത്തിലെമ്പാടുമായി ധാരാളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. ഇന്നവിടെ ഒരു ഇന്റർമീഡിയറ്റ് കോളേജ്, സ്കൂളുകൾ, സഹകരണ സംഘങ്ങൾ, മറ്റ് ജീവിത സൗകര്യങ്ങൾ ഇവയൊക്കെ ഉണ്ട്. അപ്പോൾ ആ സിറ്റിയുടെ പേര് പഠിച്ചു വെക്കുക, ചോദിക്കാറുണ്ട് കേട്ടോ. റാലേഗാൻ സിദ്ധി മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽപ്പെട്ടതാണ്. അതുപോലെ ആ വ്യക്തിയുടെ പേര് പഠിക്കുക, ശ്രീ ബാബു റാവു ഹസാരെ. ശ്രീ ബാബു റാവു ഹസാരെ. ദെൻ ശിലാമണ്ഡലം, ജലമണ്ഡലം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വായുമണ്ഡലമാണ് കേട്ടോ. അപ്പൊ വായുമണ്ഡലത്തിൽ എന്തൊക്കെ വരും നമുക്ക് നോക്കാം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന വാതക പാളിയാണ് വായുമണ്ഡലം അഥവാ അന്തരീക്ഷം. ഭൂമിയെ ഒരു പുതപ്പ് പോലെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് നമ്മുടെ വായുമണ്ഡലമാണ്. നൈട്രോജൻ, ഓക്സിജൻ തുടങ്ങിയ വാതകങ്ങളെ കൂടാതെ പൊടിപടലങ്ങളും നീരാവിയും അന്തരീക്ഷത്തിലുണ്ട്. വായുവിന്റെ സ്വാഭാവിക സംരചനയ്ക്ക് മാറ്റമുണ്ടാകുന്ന തരത്തിൽ അതിൽ കലരുന്ന എന്തും വായു മലിനീകരണമാണ്. അപ്പോൾ നമ്മുടെ വായുവിന്റെ ആ ഒരു സ്വാഭാവികമായിട്ടുള്ള ആ സംരക്ഷണത്തിന് വിഘാതം സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിനെ ഇല്ലാതാക്കുന്ന ഏതും വായു മലിനീകരണമായിട്ട് പരിഗണിക്കും എന്നാണ് പറയുന്നത്. ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതിന് വായു കൂടിയേ തീരൂ. അന്തരീക്ഷം നമുക്ക് എന്തെല്ലാം വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. അന്തരീക്ഷം കണ്ടില്ലേ, അവിടെ ഒരു ചാർട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. ദെൻ പ്രാണവായു, നമുക്ക് ശ്വസിക്കാനുള്ള പ്രാണവായു ഒക്കെ തരുന്നത് അതാണ്. ദെൻ ഹാനികരമായ അൾട്രാ വയലറ്റ്, ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതും ആര് തന്നെയാണ്? നമ്മുടെ വായു തന്നെയാണ്, അല്ലെങ്കിൽ അന്തരീക്ഷ മണ്ഡലം തന്നെയാണ്. ദെൻ മഴ, മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾക്ക് കാരണവും വായുമണ്ഡലം തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ നേരത്തെ എടുത്തു പറഞ്ഞ ബാബു റാവു ഹസാരെ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ് അണ്ണാ ഹസാരെ. നമുക്ക് പോപ്പുലറായിട്ട് അറിയുന്ന അണ്ണാ ഹസാരെ ഇല്ലേ, അണ്ണാ ഹസാരെ അദ്ദേഹം തന്നെയാണ് കേട്ടോ. ലോക്പാൽ ബില്ലിനൊക്കെ വേണ്ടി സമരം നടത്തിയ അണ്ണാ ഹസാരെയാണ് ബാബു റാവു ഹസാരെ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഭൂമിയിൽ അന്തരീക്ഷത്തിന്റെ പ്രാധാന്യം ബോധ്യമായല്ലോ. മനുഷ്യന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത്? ഫ്രിഡ്ജുകളിൽ നിന്നും ഉപയോഗിക്കുന്ന വാതകങ്ങൾ, അതേപോലെ AC-യിൽ നിന്ന് പുറത്തു വരുന്ന വാതകങ്ങൾ, പ്ലാസ്റ്റിക് കത്തിച്ചു വരുന്ന വാതകങ്ങൾ, ഇതെല്ലാം നമ്മുടെ അന്തരീക്ഷ പാളിയെ ദോഷം ചെയ്യാറുണ്ട്. വ്യവസായശാലകൾ, വാഹനങ്ങൾ എന്നിവയിൽ നിന്ന് വൻതോതിൽ നിരവധി മാരകമായ രാസവസ്തുക്കളും വാതകങ്ങളും വായുവിൽ കലരുന്നുണ്ട്. വായുവിന്റെ സ്വാഭാവിക ഘടനയ്ക്ക് മാറ്റമുണ്ടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. ഓക്സിജൻ പാർലറുകൾ ജപ്പാനിലെ നഗരങ്ങളിൽ കുറേ വർഷങ്ങളായി നിലവിലുള്ള സംവിധാനമാണിത്. ഈ പാർലറുകൾ കയറുന്ന ഏതൊരാൾക്കും ശുദ്ധമായ വായു ശ്വസിക്കാം. ഡൽഹി നഗരത്തിൽ അന്തരീക്ഷത്തിലേക്ക് ശുദ്ധവായു പമ്പ് ചെയ്യുന്ന കൂറ്റൻ യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരഭരണകൂടം ഇത്തരം നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയല്ലേ? അല്ലേ, നമ്മുടെ അന്തരീക്ഷ മലിനീകരണം നടക്കുകയാണ്. ഇനി ഭാവിയിൽ നമുക്ക്
ജലദൗർലഭ്യം പോലെ വായു, ഓക്സിജന്റെ ദൗർലഭ്യമൊക്കെ നേരിടേണ്ടി വന്നാൽ ഭയങ്കര കഷ്ടമായിരിക്കും. സോ അതൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടി നാം ശ്രമിക്കണം. ദെൻ ജൈവമണ്ഡലം. അപ്പോൾ നമ്മൾ വായുമണ്ഡലം, അടുത്തത് ജൈവമണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും ഉൾപ്പെടുന്ന മേഖലയാണ് ജൈവമണ്ഡലം. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നീ 3 മണ്ഡലങ്ങളെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. അപ്പോൾ ശിലാമണ്ഡലവും ജലമണ്ഡലവും വായുമണ്ഡലവും കൂടിച്ചേർന്നാണ് ആര് നിലനിൽക്കുന്നത്? ജൈവമണ്ഡലം നിലനിൽക്കുന്നത്. ഇവിടെ നോക്കൂ, സൗരോർജത്തിന്റെ സഹായത്തോടുകൂടി വായുമണ്ഡലം, സ്ഥലമണ്ഡലം, ജൈവമണ്ഡലം, ദെൻ ജലമണ്ഡലം. മനുഷ്യരുടെയും സസ്യ ജന്തു ജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ സാധ്യമാകുന്നത് ശില, ജല, വായുമണ്ഡലങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾക്ക് പോലും മനുഷ്യ ജീവിതത്തിൽ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. ഇനി സസ്യങ്ങളുടെ കാര്യം നോക്കൂ. സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങളാണല്ലോ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ധാതുലവണങ്ങൾ തുടങ്ങിയവ. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ലഭ്യമാകുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അതുപോലെ ധാതുലവണങ്ങൾ ശിലാമണ്ഡലത്തിൽ നിന്നും ജലമണ്ഡലത്തിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു ഘടകം ഒഴിച്ചു നിർത്തിയാൽ ഭൂമിയിൽ സസ്യങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇല്ല അല്ലെ? സസ്യങ്ങളില്ലാത്ത ഭൂമിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. സ്ഥല, ജല, വായു, ജൈവമണ്ഡലങ്ങൾക്ക് മനുഷ്യന്റെ വിവേകരഹിതമായ പ്രവർത്തികൾ കനത്ത ആഘാതം ഏൽപ്പിക്കുന്നു. ഇത് ഒട്ടനവധി പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. സോ നമുക്ക് പ്രകൃതി ദുരന്തം എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മണ്ഡലങ്ങൾ ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിന് പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് ജൈവമണ്ഡലം നശിച്ചു പോകുന്നു. സോ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഓരോന്നും കാരണമാകുന്നു. അപ്പൊ പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നഷ്ടമുണ്ടാക്കുന്നതുമായിട്ടുള്ള പ്രതിഭാസത്തെയാണ് പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നു, മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശനഷ്ടം ഉണ്ടാക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ചതിനു ശേഷം രക്ഷാപ്രവർത്തനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഇത്തരം ദുരന്തങ്ങൾ വരാതെ നോക്കുക അല്ലെ? വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. നമ്മുടെ സംസ്ഥാനത്ത് സാധാരണയായി ഉണ്ടാകുന്ന ചില പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഒന്ന് ഉരുൾപൊട്ടലിന്റെ ആ ഒരു ആഘാതത്തിൽ നിന്ന് നമ്മൾ കരകയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അല്ലെ? കുത്തനെ ചരിവുള്ള പ്രദേശങ്ങളിൽ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. അപ്പൊ കുത്തനെയുള്ള പ്രദേശത്തിൽ നിന്നും ആ മുകളിൽ നിന്ന് പാറയും മണ്ണും ചെളിയെല്ലാം താഴേക്ക് വന്ന് വീഴുന്നതാണ് ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി, ഇടുക്കി ജില്ലയിലെ വെണ്ണിയാനി, ചീയപ്പാറ, കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരംപാറ, ഇനി വയനാടിലെ ഉരുൾപൊട്ടൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ പശ്ചിമഘട്ടത്തിൽ തുടർക്കഥയാവുകയാണ്. പ്രകൃതിയിൽ മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകളാണ് ഈ ഉരുൾപൊട്ടലുകൾക്ക് കാരണം. ഇതാണ് ഉരുൾപൊട്ടലിന്റെ ചിത്രം. അതൊക്കെ നമുക്കിന്ന് വളരെയധികം സുപരിചിതമായി കൊണ്ടിരിക്കുകയാണ്. ഇനി ഉരുൾപൊട്ടൽ ഉണ്ടായാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറുക, ചെറിയ കുട്ടികൾ, വൃദ്ധർ, ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർ എന്നിവരുടെ രക്ഷയ്ക്ക് മുൻഗണന നൽകുക, പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകുക, വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക, പോലീസ്, ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി ബന്ധപ്പെടുക, വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക. ദെൻ അടുത്തൊരു പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം. 2018 വെള്ളപ്പൊക്കമൊക്കെ നമുക്കറിയാം. മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞൊഴുകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. വെള്ളപ്പൊക്കത്തെ എങ്ങനെയൊക്കെ നേരിടാം? പുഴയോട് ചേർന്ന പ്രദേശങ്ങളിൽ വീട് വെക്കരുത്. കാരണം വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത്. വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ്. അവ എന്ത് ചെയ്യരുത്? മണ്ണിട്ട് മൂടരുത്. തീരത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റണം. വെള്ളം കയറുന്നുണ്ട് എങ്കിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം. ഇനി പ്രകൃതി ദുരന്തങ്ങളുടെ നിവാരണത്തിനും ലഘൂകരണത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പും സംവിധാനങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെക്കുക. ദുരന്ത നിവാരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ വകുപ്പുകൾ: കേരള റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ദുരന്ത സാധ്യത അപഗ്രഥന സെല്ല്, ലാൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. 4 പേരുകളും പഠിച്ചു വെക്കുക. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം എന്നിവയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉണ്ടാകുന്ന ആഘാതങ്ങൾ മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും.
ഓരോ മണ്ഡലങ്ങളിലും മനുഷ്യർ ശ്രദ്ധാപൂർവം വേണം ഇടപെടാൻ. അല്ലാത്ത പക്ഷം പ്രകൃതി നാം ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ സുന്ദരമായ ലോകം നമുക്ക് വസിക്കാൻ കഴിയാത്ത ഒരിടമായി മാറും എന്ന തിരിച്ചറിവ് നാം ഓരോരുത്തർക്കും ഉണ്ടാകണം. സോ നമ്മൾ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. ഇത് കഴിയുമ്പോൾ ഇനി 1-2 ക്ലാസ് കഴിയുമ്പോൾ കുറച്ചുകൂടി ഹയർ ലെവൽ ഫാക്ടിലേക്ക് നമ്മൾ പോകും. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. സോ ഇന്ന് പഠിച്ചത് ഭൂമിയുടെ ഉപരിതലത്തിലെ കാലാവസ്ഥയിലുള്ള ഭാഗം ശിലാമണ്ഡലം എന്ന് പഠിച്ചു. ഭൂമിയെ പൊതിഞ്ഞ് നിലകൊള്ളുന്ന വായുവിന്റെ ആവരണം വായുമണ്ഡലം എന്ന് പഠിച്ചു. സമുദ്രത്തിലും കരയിലും വായുവിലുമൊക്കെയായി കാണപ്പെടുന്ന ജലമെല്ലാം ചേർന്നതാണ് ജലമണ്ഡലം എന്ന് പഠിച്ചു. ശിലാമണ്ഡലം, ജലമണ്ഡലം, വായുമണ്ഡലം ഈ മണ്ഡലങ്ങളെല്ലാം ചേർന്നതാണ് ജൈവമണ്ഡലത്തിന്റെ നിലനിൽപ്പ്. മനുഷ്യർ നടത്തുന്ന അശാസ്ത്രീയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ഭൂമിയിലെ വിവിധ മണ്ഡലങ്ങളെ ബാധിക്കും എന്ന് നാം പഠിച്ചു. സോ നന്നായിട്ട് പഠിച്ചു വെക്കുക. പുതിയ ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ഏവർക്കും എല്ലാവിധ ആശംസകളും. ഗുഡ് ബൈ.